നിന്നെ ആരറിയാൻ? നീ എത്ര ഫേമസ് ഒന്നുമല്ലല്ലോ. ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. അയ്യന്റെ മോനെ വെറുതെ ചിരിപ്പിക്കരുത്. അത്യാവശ്യമാണ് ഇവിടെ എല്ലാം എനിക്ക് തലയ്ക്കകത്ത് നല്ല വേദനയുണ്ട്. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിരിക്കുക. ബിഗ് ബോസ് ഹൗസിലെ തലവേദന രേണു സുധിയാണ്. 100 പേരെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു തൊള്ളി പോലും ഞാൻ താഴത്തില്ല. ഏതാ എനിക്ക് ആകെപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. റെസ്പെക്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റെസ്പെക്ട് അങ്ങോട്ടും തരും, എനിക്ക് ഇങ്ങോട്ട് കിട്ടും വേണം. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. ഒരകത്തുമ്പം തന്നെ വാഴ വെട്ടണം കേട്ടോ. അത് കിട്ടിയേ പറ്റൂ. പോയി ചത്തുടടാ. അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. എനിക്ക് ബഹുമാനം കിട്ടിയേ പറ്റൂ. ഞാൻ നിങ്ങൾക്കും തരും. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കും ബഹുമാനം തരും, അതേപോലെ എനിക്കും കിട്ടണം. ഇത് ബഹളമൊന്നും ഉണ്ടായില്ല. വേറെ പുറത്തു നിന്നോ സ്റ്റാഫിന്റെ ഇടുന്ന ഒരു പ്രശ്നം. ചെവിയില്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് തലവേദന പറയണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടാ. അങ്ങനെ പറയണം. സൗകര്യമില്ല. സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കച്ചറ. പിന്നെ പ്രേക്ഷകര്, നീ നേരത്തെ പറയുന്നുണ്ടല്ലോ, പ്രേക്ഷകര് നിന്നെ നെഗറ്റീവ് അടിക്കുവോ പോസിറ്റീവ് അടിക്കുവോ? എന്താ പേടിയോ? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. ഒരു പേടി. അത് തന്നെ നിനക്ക് അന്തസ്സായിട്ട് കളിക്കാൻ ഇറങ്ങി. എന്തായാലും കലക്കിട. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. പോയി പിണങ്ങിപ്പോയി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.